ജയസ് നേച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെടികളൊക്കെ വളർത്തുന്ന സമയത്ത് അതിനകത്തെ ഇല ചുരുട്ടിപ്പുവിന്റെ ശല്യം ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട്. കൂടുതലായിട്ടും വെണ്ട, അതുപോലെ തന്നെ വഴുതന തുടങ്ങിയ പച്ചക്കറികളിലും പിന്നെ ചെമ്പരത്തി പോലുള്ള ചെടികളിലും ഒക്കെയാണ് ഇവ ധാരാളമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവയെ ഒന്ന് രണ്ടെണ്ണൊക്കെ ആയി നമ്മളിങ്ങനെ നിർത്തുമ്പോൾ പിന്നെ വീണ്ടും വീണ്ടും ഇവ മുട്ടയിട്ട് പെരുകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇവയെ നമുക്ക് എങ്ങനെ നശിപ്പിക്കാം, വീട്ടിലെ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ നശിപ്പിക്കാം എന്നതാണ് ജെഎസ് നേച്ചറിന്റെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ജെഎസ് നേച്ചർ എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു പുഴുക്കൾ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഇല, നമ്മുടെ എന്താ വളർത്തുന്നത് വെച്ചാൽ അതിന്റെ ഇല നന്നായിട്ട് ഇങ്ങനെ ചുരുട്ടി വെച്ച് അതിനകത്ത് കൂട് കൂട്ടി നിൽക്കുന്ന, അതിനകത്ത് മുട്ടയിട്ട് വിരിയുന്ന ഒരു അവസ്ഥയാണ് ധാരാളമായിട്ട് കാണുന്നത്. ഇത് ഇങ്ങനെ തുറന്നു വെച്ചാൽ നമ്മൾ അതിനെ എടുത്തു മാറ്റി കളയാതെ അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയാതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ധാരാളമായിട്ട് ഒരു ചെടിയിൽ നിന്ന് മറ്റു ചെടിയിലേക്കൊക്കെ പടർന്നിട്ട് ഇത് മുഴുവനായിട്ടും എല്ലാ ഇലയെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പുഴുക്കളെ നശിപ്പിക്കാനായിട്ട് നമുക്ക് വീട്ടിലെ വസ്തുക്കൾ തന്നെ മതി. അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്നൊക്കെ പറയും, അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ തന്നെ കാന്താരി മുളക്, അതുപോലെ തന്നെ കുറച്ച് നീം ഓയിലും അതുപോലെ തന്നെ സോപ്പ് ലിക്വിഡുമാണ് ഇതിന് വേണ്ടി ആവശ്യമുള്ളത്. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന 1 ലിറ്റർ വെള്ളത്തിലേക്ക് ആവശ്യമായ ചേരുവകളുണ്ടോ. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 10-15ഓളം നമുക്ക് കാന്താരികളും മാത്രം മതി. അപ്പം 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു 10-15 കാന്താരി എടുത്ത് അത് നന്നായിട്ട് ചതച്ചെടുക്കണം. മിക്സിയിൽ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്, പക്ഷേ നമ്മൾ കുറച്ചാകുമ്പോൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യില്ല. അപ്പം നമ്മൾ ഈ ഒരു വെളുത്തുള്ളിയും കാന്താരിയും ചതച്ചതിന് ശേഷം അത് 1 ലിറ്റർ വെള്ളം ഞാൻ ഈ ഒരു ബക്കറ്റിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു അര സ്പൂണ് നമ്മൾ അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ അതിനുശേഷം നമ്മൾ 5 മില്ലി നീം ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. നീം ഓയിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് സാധാ ഓയിലായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല നമുക്ക്. അപ്പോൾ 5 മില്ലി നീം ഓയിലും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ 2 ഡ്രോപ്പ് സോപ്പ് ലിക്വിഡും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോപ്പ് ലിക്വിഡ് വേണമെന്നില്ല, എന്താ നമുക്ക് കൂടുതലായിട്ടും വേണ്ടത് സോപ്പ് ലിക്വിഡിനെക്കാട്ടിലും നല്ലത് ബാർ സോപ്പാണ്. ബാർ സോപ്പ് ഒന്ന് അതിനകത്ത് എടുത്തിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ ഉപയോഗിച്ചാലും മതി. ലിക്വിഡ് ഹാൻഡ് വാഷ് ലിക്വിഡിനെക്കാട്ടിലൊക്കെ നല്ലത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ബാർ സോപ്പാണ്. അപ്പം നമ്മൾ അതിനകത്തേക്ക് നമ്മൾ കാന്താരിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ നീം ഓയിലും സോപ്പ് ഡ്രോപ്പും നമ്മുടെ അപ്പക്കാരം കൂടി ആഡ് ചെയ്തതിന് ശേഷം ഈ 1 ലിറ്റർ വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾക്ക് ഇതൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ 1 ലിറ്ററിൻ്റെ ഒരു കപ്പ് വെച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് ഈ ഒരു ലായനി അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കപ്പിലുള്ളത് 1 ലിറ്റർ കൊള്ളുന്ന ഒരു കപ്പാണ്. അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു അരിച്ചെടുത്ത ലായനിയാണ് ഇരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കുന്നത് സ്പ്രേ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കുടുങ്ങി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ലിറ്ററിൻ്റെ ബോട്ടിനകത്തേക്ക് ഈ ഒരു ലായനി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നന്നായിട്ട് ചെടികളിലൊക്കെ സ്പ്രേ ചെയ്യുകയാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഒരു പുഴുക്കളൊക്കെ ഇരിക്കുന്നത് അതിന് ഇല ചുരുട്ടി വെച്ച് അതിനകത്താണ്. അപ്പൊ അതിനകത്തേക്ക് നമുക്ക് സ്പ്രേയുടെ നല്ല സ്പീഡിലുള്ള ഫോഴ്സിലുള്ള പവർ മാത്രം ഉപയോഗിക്കാം. നന്നായിട്ട് സ്പ്രേ ചെയ്യുന്ന മോഡാക്കി വെച്ചാൽ അതിനകത്തേക്ക് അതിൻ്റെ ഒരു ചുരുട്ടി വെച്ച ഇലയുടെ അകത്തേക്ക് ഇതിന്റെ വെള്ളം നമുക്ക് ചെല്ലാനായിട്ട് കഴിയില്ല. അപ്പോൾ സ്പീഡ് പൊസിഷൻ ആക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. ചെടികളിലൊക്കെ തെളിച്ചു കൊടുക്കുന്ന സമയത്ത് സ്പീഡ് പൊസിഷൻ ആക്കിയിട്ട് വേണം നമ്മൾ സ്പ്രേ ഗണ്ണ് സെറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യുമ്പോഴൊന്നും നമുക്ക് ഈ ഒരു ശല്യം മാറ്റിയെടുക്കാനായിട്ട് കഴിയില്ല. അത്രക്കും കുറച്ചൊക്കെ നല്ല വീര്യം കൂടിയ പുഴുക്കളായതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് തന്നെ ഇവറ്റകളെ നശിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 3 ദിവസം ഇടവിട്ടിട്ട് വീണ്ടും വീണ്ടും ഉപയോഗിച്ചു കൊടുത്താൽ താരതമ്യേന നമുക്ക് അവറ്റകളെ ഒഴിവാക്കാം, ആ ശല്യം ഒഴിവാക്കാം എന്നതേ ഉള്ളൂ. അല്ലാതെ ഒറ്റ തവണ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവറ്റ ഒഴിഞ്ഞു പോവുകയില്ല.
മാത്രമല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ചൂസ് ചെയ്യുന്നത് ജൈവ കീടനാശിനിയാണ്. വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവറ്റകൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള സമയം കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു 3-4 പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ യൂസ് ചെയ്യുക, തുടരെ നമ്മളുടെ പ്രവർത്തനം കാരണം അത് ഒഴിഞ്ഞു പോകും. അവറ്റയുടെ ശല്യം തീർച്ചയായും ഇല്ലാതാവും. രാസ കീടനാശിനിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അത് നമുക്ക് 1-2 വട്ടം തന്നെ യൂസ് ചെയ്താൽ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. കൂടുതലായിട്ടും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ജൈവ കീടനാശിനി തന്നെ മാക്സിമം ഉപയോഗിക്കാനായിട്ട് നോക്കുക. എങ്കിൽ അത് നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കില്ല. അതുപോലെ തന്നെ കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നവും തന്നെ ഉണ്ടാവില്ല. രാസ കീടനാശിനിയാണ് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് എങ്കിൽ അത് നമുക്ക് ശ്വസിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ അത് ബാധിക്കും. അത് വിഷാംശം അടങ്ങിയതാണ് രാസ കീടനാശിനി. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ജൈവ കീടനാശിനികൾ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ ഒരു കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത് ചെടികളിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വൈകുന്നേര സമയങ്ങളിൽ, ഈവനിങ് സമയങ്ങളിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വൈകുന്നേര സമയങ്ങളിൽ ഉപയോഗിച്ചില്ല, വെയിലുള്ള സമയത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഇലകൾക്കൊക്കെ അല്ലെങ്കിൽ ചെടികൾക്കൊക്കെ അത് സാരമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇലകൾക്ക് വാട്ടം സംഭവിക്കാനും അതുപോലെ തന്നെ ചെടി കരിഞ്ഞു പോകാനൊക്കെ ഇതിലൂടെ സാധിക്കും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഈവനിങ് സമയത്ത് മാത്രം ചെടികളിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ജേസൺ അച്ഛൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.